ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 51, പേജ് നമ്പർ 616. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്തഃ സചേതഃ പ്രകൃതിം ഗതഃ. പദാനുപദം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. ജനാർദ്ദന, ഹേ ജനാർദ്ദന, തവ അവിടുത്തെ, മാനുഷം മാനുഷമായി, സൗമ്യം സുന്ദരമായിരിക്കുന്ന, ഇദം രൂപം ഈ രൂപത്തെ, ദൃഷ്ട്വാ കണ്ടിട്ട്, ഇദാനീം ഇപ്പോൾ, അഹം ഞാൻ, സചേതഃ എൻ്റെ ബോധത്തിൽ, പ്രകൃതിം സ്വപ്രകൃതിയെ, ഗതഃ ഗതനായി, സംവൃത്തഃ അസ്മി തീർന്നിരിക്കുന്നു. വിവർത്തനം. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷികാകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി, എൻ്റെ മനസ്സ് ശാന്തമായി. ഭാവാർത്ഥം. മാനുഷം രൂപം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷൻ മൗലികമായി ദ്വിഭുജനാണെന്നാണ്. കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതി അദ്ദേഹത്തെ അപഹസിക്കുന്നവർക്ക് ഭഗവാന്റെ ദിവ്യ സ്വഭാവമറിഞ്ഞുകൂടാ എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് വിശ്വരൂപം കാണിക്കാനും പിന്നെ 4 കൈകളോടുകൂടിയ നാരായണ രൂപത്തിൽ പ്രത്യക്ഷീഭവിക്കാനും എങ്ങനെ കഴിയും? കൃഷ്ണൻ വെറുമൊരു മനുഷ്യനാണെന്നും അദ്ദേഹത്തിലുള്ള നിർഗുണ ബ്രഹ്മമാണ് ഗീത ഉപദേശിക്കുന്നതെന്നും ഊന്നിപ്പറയുന്നവർ വായനക്കാരെ വഴിതെറ്റിക്കുകയാണെന്നും അത് ഏറ്റവും വലിയ അനീതിയാണെന്നും ഭഗവത്ഗീത വ്യക്തമാക്കുന്നു. വിശ്വരൂപവും ചതുർഭുജനായ നാരായണ രൂപവും കൈക്കൊണ്ട കൃഷ്ണനെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെന്ന് പറയാം? ഇങ്ങനെ വഴിതെറ്റിക്കുന്ന ഗീതാഭാഷ്യങ്ങൾ ഒരു
പരമഭക്തന് ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ല. സത്യമെന്തെന്ന് അയാൾക്കറിയാം. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ. മൂഢന്മാരായ ഭാഷ്യകാരന്മാരുടെ ദീപനാളങ്ങൾ അവയ്ക്ക് ആവശ്യമില്ല. ഹരേ കൃഷ്ണ.